ഇസ്രായേലിലെ അമേരിക്കൻ പൊളിറ്റിക്സിലുള്ള സ്ഥാനം നമുക്കറിയാം. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലോബിയിങ് ഗ്രൂപ്പായ നാഷണൽ സയനിസ്റ്റ് അസോസിയേഷൻ ആണ്. അത് റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലായാലും ഡെമോക്രാറ്റുകൾ അധികാരത്തിലായാലും ഏറ്റവും വലിയ ഫണ്ടിങ് വരേണ്ടത് നാഷണൽ സയനിസ്റ്റ് അസോസിയേഷനിൽ നിന്നാണ്. നാഷണൽ സയനിസ്റ്റ് അസോസിയേഷനും ഈ ലോബിയിങ് ഗ്രൂപ്പിന്റെയും പിന്നിലുള്ള ഘടകങ്ങളും ഇപ്പോൾ വെളിപ്പെട്ടിട്ടുണ്ട്. കാരണം ആയുധ ലോബികളുടെ ഒരു സമ്മർദ്ദ ശക്തിയും പ്രഷർ ഗ്രൂപ്പിലും ലോബിയിങ് ഗ്രൂപ്പിലും ഒക്കെ ഒരു നിർണായകമായ പങ്ക് സയനിസ്റ്റ് അസോസിയേഷനിലൂടെ ഒക്കെ അമേരിക്കൻ പൊളിറ്റീഷ്യൻസ് നടപ്പിലാക്കി എടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് ലോക മേധാവിത്വം കൊടുക്കുന്നതിൽ തന്നെ ഈ ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നാഷണൽ റൈഫിൾസ് അസോസിയേഷൻ എന്ന ആയുധ സംഘടന പോലെ തന്നെ ഒരു നാണയത്തിന്റെ മറുവശമാണ് സയനിസ്റ്റ് അസോസിയേഷനും. ഇപ്പം അത് റിപ്പബ്ലിക്കൻ ആയാലും ഡെമോക്രാറ്റ് ആയാലും കാര്യമായ പോളിസിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. പ്രത്യേകിച്ചും ട്രംപിന്റെ മരുമകൻ കുഷ്ണറും ഒക്കെ കഴിഞ്ഞ ഭരണകാലത്തും ഒക്കെ പ്രയോഗിച്ച തന്ത്രങ്ങൾ പശ്ചിമേഷ്യയിലൊക്കെ അവരുടെ നയങ്ങളിലൊക്കെ പ്രതിഫലിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് ആണെങ്കിൽ അതിന്റെ തന്ത്രപരമായ സ്ഥാനം നമ്മൾ ഇപ്പോഴും ഒരു കാര്യം വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്രയേലിന്റെയും ഇറാന്റെയും വലുപ്പം. ഇറാന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഏതാണ്ട് 80 ഇരട്ടി വലുപ്പം ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷെ എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ഭയപ്പെടുന്നു, എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, പശ്ചിമേഷ്യയിൽ ഇറാൻ കുതിച്ചുയരുന്ന സ്ഥാനം അത് ജിയോ പൊളിറ്റിക്സിലായാലും ജിയോ ഇക്കണോമിക്സിലായാലും ഇന്റർനാഷണൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആയാലും ആ മധ്യ പൗരസ്ത്യ പൂർവേഷ്യയിലെ അതിന്റെ തന്ത്രപരത പലപ്പോഴും അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ നീക്കങ്ങൾക്ക് പലപ്പോഴും വിഘാതമായി നിൽക്കുന്നത് കാണാം. പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം നേരിട്ട് ഇറാൻ അല്ലെങ്കിൽ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന മിലീഷ്യകൾ, അത് ഹൂത്തികളായാലും ഇതിന് തൊട്ടു മുന്നേ ആയാലും ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും, ഹിസ്ബുള്ളയും ഹമാസും ദുർബലരായി കഴിഞ്ഞു എങ്കിൽ പോലും ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള നിയന്ത്രണം അന്തർദേശീയ ചരക്ക് ഗതാഗതത്തിൽ വളരെയേറെ തടസ്സങ്ങൾ പാശ്ചാത്യർക്ക് സൃഷ്ടിക്കുന്നു എന്ന ഒരു ഘടകം. മാത്രമല്ല, ഇറാൻ 9% ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദകരാണ് വെനസ്വേലയും സൗദിയും കഴിഞ്ഞാൽ. പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് റഷ്യ കഴിഞ്ഞാൽ. പിന്നെയുള്ളത് ഇറാനാണ്. അപ്പൊ ഇറാൻ ഇതൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്കൽ പൊളിറ്റിക്സ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക പലപ്പോഴും പറയാറുണ്ട് 51ാമത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അമേരിക്കൻ ആശീർവാദത്തോടു കൂടിയാണ് റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഈ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്ന കാര്യം ഇപ്പോൾ വ്യക്തമായാണ്. മാത്രമല്ല, ഇറാൻ ഈ പാലസ്തീൻ പ്രശ്നത്തിൽ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും നിർനിമേഷരായി നിൽക്കുമ്പോൾ പോലും ഇറാനാണ് വളരെ പ്രത്യക്ഷത്തിൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് വേണ്ടി പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന ഒരു ആരോപണവും ഇറാന് നേരെയുണ്ട്. അപ്പോൾ ഇറാനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ഒരു അമേരിക്കൻ അജണ്ടയാണ്.